ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നുള്ളത് മിയാവ് ക്യാറ്റ് ഫാമിൽ ആണ്. ഫവാസാണ് നമ്മളെ കൂടെ ഉള്ളത്. ഒരുപാട് പൂച്ചകളുടെ വിശേഷങ്ങളുമാണ് നമ്മളിന്ന് ആദ്യം പറയാൻ പോകുന്നത്. പേടിച്ചുപോയി. ഇല്ല, അത് ആദ്യം നമുക്ക് ഫവാസിനെ കുറിച്ച് അറിയാം. അതായത് ഫവാസ് എൻ്റെ അയൽവാസിയാണ്. അതിൽ കൂടുതലായിട്ട് ഏകദേശം ഒരു 10 വർഷമായിട്ട് പേർഷ്യൻ ക്യാറ്റ്സിനെ കുറിച്ച് പഠിക്കുകയും ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത്, അതായത് നല്ലൊരു ജോലി ദുബായിലുണ്ടായിരുന്നതാണ് ഷെഫായിട്ട്, അത് കളഞ്ഞിട്ട് വന്ന് സ്വന്തമായിട്ടൊരു ക്യാറ്റ് ഫാം തുടങ്ങിയതാണ്. അപ്പോൾ അവൻ്റെ വിശേഷങ്ങളും അതേപോലെ പലതരം ക്യാറ്റ്സുകളെ കുറിച്ചുള്ളതും നമുക്ക് പരിചയപ്പെടാം. ഫവാസ്, നമ്മൾക്ക് ഏത് തരം പൂച്ചകളൊക്കെ, ഏത് തരം വെറൈറ്റി പൂച്ചകളൊക്കെയാണ് നമ്മളെ കയ്യിലുള്ളത്? നമ്മളതിലുള്ളത് ഇത് ഒരുപാട് കാറ്റഗറി ഉണ്ട്. നമ്മളിലുള്ള കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോൾ ഫേസ് ഉണ്ട്, സെമി പഞ്ച് ഉണ്ട്, എക്സ്ട്രീം ഉണ്ട്, പഞ്ച് ഉണ്ട്. ഇതാണ് നമ്മളെ കയ്യിലിപ്പോൾ ഉള്ളത്. പിന്നെ ശരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു പരിപാലനം, അതായത് നമ്മളിതിൻ്റെ ഒരു ഇതുകളൊക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്, ഇതിന് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത്. ശരി. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഡ്രൈ ഫുഡ് 2 നേരം വെച്ചാൽ, അതായത് ബിസ്ക്കറ്റ്. ഡ്രൈ ഫുഡ് എന്ന് പറയുമ്പോൾ രാവിലെയും വൈകുന്നേരം നമ്മൾ ഡ്രൈ ഫുഡ് വെച്ചിട്ട് ലഞ്ച്, അതിൻ്റെ ഉച്ചക്കുള്ള നമ്മൾ ഭക്ഷണം, മീറ്റ് എന്തെങ്കിലും, അത് ചിക്കനോ ഫിഷോ ദിവസം, അതായത് ആഴ്ചയിൽ ഇങ്ങനെ മാറ്റി കൊടുത്തുകൊണ്ടേയിരിക്കും. അത് ചില ദിവസം ഒരു മീറ്റാണ്, അതായത് ഇന്ന് ഫിഷ് ആണെങ്കിൽ നാളെ ചിക്കൻ, പിന്നെ മറ്റന്നാൾ ബീഫ്, അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഡെലിവറി എങ്ങനെയാണ്? ഇതിന്റെ കൺസെപ്റ്റ് വരുന്നത് എങ്ങനെയാണ്? ഡെലിവറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാറ്റ് അഡൽട്ടിലേക്ക് എത്തുന്നത് ഒരു 8 മാസം ആവുമ്പോഴാണ് അതിൻ്റെ അഡൾട്ട് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ 8 മാസം 9 മാസത്തിലേക്ക് അടുക്കുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഹീറ്റ് കാണിക്കും. ക്യാറ്റിൻ്റെ ഫസ്റ്റ് ഹീറ്റ് കാണിച്ച് നമ്മൾ അത് സ്കിപ്പ് ചെയ്ത് 2ാമത്തെ ഹീറ്റിലാണ് നമ്മൾ ഇതിനെ ശരിക്കും പറഞ്ഞാൽ മീറ്റ് ചെയ്യുന്നത്, ക്രോസ് അയക്കുന്നത്. അതായത് അപ്പോൾ മാക്സിമം നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ഒരു വയസ്സാവുമ്പോൾ മീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ ഈ ഫീമെയിലിൻ്റെ ഈ ഗർഭപാത്രത്തിന് ഒരു ഹെൽത്തി ആവും, സ്ട്രോങ് കിട്ടും. അപ്പോൾ ഹെൽത്തി കിറ്റൻസ് ഇറങ്ങും. അങ്ങനെയൊക്കെ ഉള്ളൊരു ഗുണങ്ങളുണ്ട്. അപ്പോൾ 8 മാസം അല്ലെങ്കിൽ 9 മാസത്തിൽ ഈ മീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൗണ്ട് ഓൺ ചെയ്യുന്നത് 63 ദിവസമാണ്. അപ്പോൾ 63ാമത്തെ ദിവസം ഇതിൻ്റെ ഡെലിവറി എന്തായാലും നടക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 58ാമത്തെ ദിവസം തൊട്ട് നമ്മൾ ഇതിനെ വാച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം. ചെയ്ത സമയത്താണിത് ഡെലിവറി എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഈ 63ാമത്തെ ദിവസം, ഇപ്പോൾ 58ാം ദിവസവും ആയില്ലെങ്കിൽ 63ാം ദിവസം അല്ലെങ്കിൽ അതിനുള്ളിൽ എന്തായാലും ഡെലിവറി കൺഫേം ആണ്. നമുക്ക് ഇതിന് എത്ര കുട്ടികൾ വരെ ഉണ്ടാവും ഒരു ഡെലിവറിയിൽ? അതെന്ന് പറഞ്ഞാൽ ഇത് പല കാറ്റഗറിയിലുള്ള കാര്യം. ഇപ്പോൾ ഡോൾ ഫേസ് സെമിക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5-6 കുട്ടികൾ എന്തായാലും നമുക്ക് കിട്ടും. പിന്നെ ഇത് ഫസ്റ്റ് ഡെലിവറിക്ക് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് കിറ്റൻസ് വളരെ കുറവിൽ ഇറങ്ങുള്ളൂ. പിന്നൊക്കെ ദൈവത്തിൻ്റെ മടച്ചൻ്റെ കയ്യിലാണ് സംഭവം. ഫവാസ്, നമ്മൾ ശരിക്കും ഈ പൂച്ചയുടെ ഈ വുഡൻ കൺസെപ്റ്റ് വരുന്നത് എങ്ങനെയാണ്? ഈ വുഡൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നതിന്റെ കൺസെപ്റ്റ്? വുഡ് ഒന്നാമത്തെ കാര്യം നല്ലൊരു ഭംഗിയാണ്, ആളുകൾക്ക് കാണുമ്പോൾ ഒരു ഭംഗിയാണ്. പിന്നെ പ്രത്യേകിച്ച് കാറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ഉള്ളിലായത് കാരണം നമ്മൾ ചില സമയങ്ങളിൽ മാത്രം പുറത്തിങ്ങനെ അയച്ചു വിടുന്നുള്ളൂ. അപ്പൊ അവർക്കൊരു ആക്ടിവിറ്റി എന്നുള്ള ഒരു ഇതിൽ നമ്മൾ വുഡൻ വെച്ചതുമാണ്. പിന്നെ അത് മാത്രമല്ല ഇവർക്ക് ഈ നല്ല സ്ട്രെച്ച് ചെയ്യാനും ഒക്കെ പറ്റിയ അവര് കാറ്റുകൾ കണ്ടിട്ടില്ലേ, അതുപോലെ സ്ട്രെച്ച് ചെയ്യുന്നത്, അതിനൊക്കെ വുഡൻ വളരെ നല്ലതാണ്. പിന്നെ ഒന്ന് ജമ്പിങ്ങും, അപ്പം അവരുടെ ബോഡിക്ക് നല്ല ഹെൽത്തി ആവും, എല്ലാം നല്ല. ഇപ്പൊ കണ്ടിട്ടില്ല, ഭക്ഷണം കഴിച്ചാല് എക്സസൈസ് അതാണ്. പക്ഷെ ഇത് വളരെ നല്ല ഭംഗിക്ക് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് ഫാമുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ നല്ല കൺസെപ്റ്റിൽ എവിടെയും കണ്ടിട്ടില്ല. വളരെ നന്നായിട്ടുണ്ട്. എന്താണ് ശരിക്കും ഈ ഒരു റൂമിന്റെ ഒരു കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് വരുന്നത്? ഈ റൂം നമ്മ ഇത് ചെയ്യാൻ കാരണം
ഒന്ന് വാഷിംഗ് ഏരിയ, അതായത് ഇവറ്റകളെ നമ്മ മാസത്തിൽ അല്ലെങ്കിൽ 1.5 മാസത്തും എല്ലാ കാറ്റുകളെയും വളരെ അഴുക്കുണ്ടെങ്കിൽ മാത്രം നമ്മ ഒന്ന് കുളിപ്പിക്കും. അതുപോലെ നമ്മ സ്പാ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ, ഹെയർ കട്ടിങ്, അതുപോലെ നെയില് കട്ട് ചെയ്ത് കൊടുക്കുക, കുളിപ്പിച്ചു കൊടുക്കുക, ഡീവാമ് ചെയ്യാത്ത കാറ്റുകൾക്ക് ഡീവാമ് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന് സൗകര്യമായിട്ടാണ് ഈ ഇങ്ങനൊരു നമ്മ ഒരു വാഷിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത്. പിന്നുള്ളത് മെഡിസിൻസ് ആണ്. ഇതിൽ എന്തൊക്കെ മെഡിസിൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആക്ച്വലി മെഡിസിൻസ്, കാറ്റിന്റെ ഒരുപാട് മെഡിസിൻസും സപ്ലിമെന്റുകളുണ്ട്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന സപ്ലിമെന്റും മെഡിസിൻസ് ആണ് നമ്മ ഇവിടെ ചെയ്യുന്നത്. നമ്മ അധികം ഒന്നുമില്ല, ഈ ന്യൂട്രിക്കോട്ട്, അതുപോലത്തെ നമ്മളെ ഷാമ്പു ആണെങ്കിൽ പാറ്റിനയുടെ ഷാമ്പു, അതുപോലെ ഇതിൻ്റെ ന്യൂട്രിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിറ്റാമിൻ ഗുളികകൾ, പിന്നെ ഫിഷ് ഓയിൽ. അത് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒമേഗ 3 ആണ് ഫിഷ് ഓയിൽ കൊടുക്കുന്നത്. അങ്ങനത്തെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ മെഡിസിനിൽ ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് ഈ പിന്നെ ഇതിന് ശരിക്കും ഇതിന് മന്ത്ലി എന്തെങ്കിലും മെഡിസിൻസ് ഇങ്ങനെ വേറെ 2 മാസം എത്തുമ്പോൾ നമ്മൾ ഡിവാമ് ചെയ്യണം, അതൊരു പ്രധാന ഘടകമാണ്. പിന്നെ അതുപോലെ വാക്സിൻ വരുന്നുണ്ട്, ഫിലിജിന്റെ വാക്സിനാണ് നമ്മൾ ഇയർലി നമ്മൾ അടിക്കുന്നത്. അത് 2 മാസങ്ങളിലായിട്ട് അടിക്കണം. അതൊന്ന് ബൂസ്റ്റും ഒന്ന് ഇതിന്റെ വാക്സിനുമാണ്. അത് നമ്മൾ വർഷത്തിൽ അത് ചെയ്തിരിക്കണം. അതുപോലെ ഡിവാമ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാലേ ഈ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആയി പോരും. ശരിക്കും ഇതിന്റെ ടോയ്ലറ്റിംഗ് ഫെസിലിറ്റി, അതായത് നമുക്ക് ഇതിന് കാഷ്ടിക്കാനും കാര്യങ്ങളുള്ള ഫെസിലിറ്റി എങ്ങനെയാണ് ഇതിൽ നമ്മൾ അറേഞ്ച് ചെയ്തേക്കണത്? സംഭവം ഒരുപാട് മെത്തേഡുകൾ നമുക്കിതിലുണ്ട്. അപ്പൊ നമ്മ ഇവിടെ ചെയ്യുന്നത്, നമ്മളിപ്പോ ഈ ലോക്ക്ഡൌൺ ഒക്കെ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ലിറ്ററേറ്ററാണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അതാകുമ്പോൾ അതൊരു മണ്ണ് പോലെ തന്നെയാണ്. അതാ കാഷ്ടം വീഴുന്ന ഭാഗത്ത് മാത്രം കട്ട പിടിച്ച് നമുക്ക് എടുത്ത് കളയാനൊക്കെ എളുപ്പത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ നമുക്കിത് കിട്ടാനൊക്കെ ഇത്തിരി ഡിലേ ആയി. അതുപോലെ നമുക്ക് ഇതിൻ്റെ ബഡ്ജറ്റിൽ നമുക്ക് ഒതുങ്ങാതെ വന്നപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ചകിരിച്ചോറാണ് ഇട്ട് കൊടുത്തത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ട്രയൽ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കറിയാത് കാഷ്ടിക്കാണ്. അപ്പൊ അത് അതിൻ്റെതായ കറക്റ്റ് തന്നെ അത് ചെയ്ത് നമുക്കത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. വെച്ചാൽ നമ്മളെ ഈ കൂടുകളാണെങ്കിലും മെസ്സപ്പ് ആവാതെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും നമുക്ക്. പിന്നെ ശരിക്കും ഈ പൂച്ചകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ്? ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പുറത്തുനിന്ന് ഇപ്പൊ ഒരു പുതിയൊരു കാറ്റ് വരുമ്പോ ഇപ്പൊ പരിചയമില്ലാത്ത ബുദ്ധിമുട്ട്, അതായത് ഒരു പരിചയക്കുറവ് അവർ കാണിക്കും. പിന്നെ അതുപോലെ മെയിലുകളെ നമുക്ക് ഒന്നിച്ചിടാൻ പറ്റില്ല. എന്നുവെച്ചാൽ മെയിലുകളാണെങ്കിൽ എപ്പോഴും അവര് തല്ലുപിടുത്തം എന്തായാലും ഉണ്ടാവും. കൂടുതൽ ഫീമെയിലുകളാണ് നല്ല ഇതിലിപ്പോ പെട്ടെന്ന് ഇപ്പൊ എനിക്ക് പൂച്ചനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഇപ്പൊ ഇത് പെട്ടെന്ന് ഒരു പൂച്ചനെ മെയിലാണോ ഫീമെയിലാണോ എന്ന് എങ്ങനെ അറിയാം? അതിന്റെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഇല്ല നമ്മൾ സാധാരണ അതിന്റെ സെക്സ് നോക്കിയിട്ട് അതിന്റെ സെക്സ് ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് നോട്ടത്തിൽ അറിയില്ല. ഇതിന്റെ കുറെ വെറൈറ്റികളുണ്ട്. അപ്പൊ ഇതിന്റെ ഓരോന്നിനെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റും എന്താണ് എന്നുള്ളത്? ഇപ്പൊ ഈ കാറ്റ് എന്ന് പറയുന്നത് ഇത് ഡോൾ ഫേസ് ആണ്. അതായത് അതിന്റെ ഫേസ് നമുക്ക് ഡോള് രൂപത്തിലാണ്. പിന്നെ ഇതിന്റെ കണ്ണെന്ന് പറഞ്ഞാൽ അത് ചില കാറ്റുകളിൽ റയറായി ഇറങ്ങുന്ന ഫാദർ കാറ്റിൽ കിട്ടുന്ന ഒരു ഇതാണ്. അതായത് ചില ഫാദർ ഫീമെയിലായിട്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലിറങ്ങുന്ന ചില റയറായിട്ടുള്ള ഒരു കിറ്റനാണ് ഓഡൈ എന്ന് പറയും. അതാകുമ്പോ ബ്രൗണും ബ്ലൂ ആണ് ഇതിന്റെ ഓഡ. ഇത് വളരെ റയറായിട്ട് ഇറങ്ങുന്ന കേട്ടാണ്. ഇത് ഡോൾ ഫേസ് ആണ് നമ്മളെ. പിന്നെ ഏറ്റവും കൂടുതൽ ശരിക്കും ആൾക്കാർ വന്ന് ചോദിക്കുന്നത് ഏത് ടൈപ്പാണ് നമ്മളോട്? കൂടുതലും ആളുകള് എടുക്കുന്ന ഡോളാണ്. അതായത് മെയിൻ്റെനൻസ് കുറയും. ഇതിന്റെ കണ്ണീന്ന് പീള വരും. ഇത് നമ്മൾ സെമി പഞ്ച് എക്സ്ട്രീം അങ്ങനെയാണ് മേലോട്ട് പോകുന്തോറും ഇതിന്റെ കണ്ണീന്ന് ഒരു തരം പീള വന്നത് എപ്പോ നമ്മൾ ക്ലീൻ ചെയ്യല ആ ഭാഗം ഒന്ന് കറുത്തിരിക്കുക. അപ്പൊ ആളുകൾക്ക് അതൊരു വിഷമം, കാരണം കാഴ്ചക്കും അത് വൃത്തിയില്ലാത്ത പോലെ തോന്നുമ്പോ കൂടുതൽ ആൾക്കാർ ഡോൾ ഫേസ് ആണ് എടുക്കുക. അതാകുമ്പോ അതിന്റെ ഹെയർ ഓയിച്ചൊരു കുറയും. അതുപോലെ മൂപ്പര് നല്ല ആക്റ്റീവ് ആയിരിക്കും. അതാണ് ഏറ്റവും ചിലയിടത്ത് പൂച്ചകൾ എപ്പോഴും പിന്നെ പറഞ്ഞാൽ പൊതുവെ കാറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി പവർ കുറവ് കാരണം ഇവര് വല്ലാതെ നാടൻ പൂച്ചകളെ പോലെ ഓടിക്കളിച്ച് എനിക്ക് പെട്ടെന്ന് കിതപ്പ് വരും. ചിലവർക്ക് ഇവരെ കപ്പാസിറ്റി അതാണ്.
പിന്നെ ഇതിന് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഫുഡ് എന്താണ് ഇതിന് നമ്മളിപ്പോൾ സാധാരണ നമ്മളിവിടെ കൊടുക്കുന്നത് ഡ്രൈ ഫുഡാണ്. 2 നേരം ഡ്രൈ ഫുഡ് കൊടുക്കും, പിന്നെ അതുപോലെ 1 നേരം മീറ്റ് കൊടുക്കും. അത് ഏതെങ്കിലും ഒരു മീറ്റ്. ഡ്രൈ ഫുഡ് നമ്മൾ ഇവിടെ ചെയ്യുന്ന ബിസ്ക്കറ്റിന് ഡ്രൈ ഫുഡ് കൊടുക്കുന്നത്. ഒന്ന് റോയൽ കാൻ്റെ കൊടുക്കും, അതുപോലെ നമ്മൾ മിയാവുവിൻ്റെ കൊടുക്കലുണ്ട്, ഫ്രിസ്കീസ് കൊടുക്കലുണ്ട്. ഇതാണ് നമ്മൾ ഇവിടെ കൊടുക്കല്. പിന്നെ ലോക്ക്ഡൗണിൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ആക്കലുണ്ട് ഫുഡ് അങ്ങനെ. പിന്നെ ശരിക്കും നമ്മളെ വേറെ ഏതാണ് നമ്മളെ വെറൈറ്റീസ്, നമ്മളെ കയ്യിലുള്ള വെറൈറ്റീസ് ഏതാണ്? പിന്നെ വരുന്നതാണ് സെമി പഞ്ച്. അവനെടുക്കാം. ഇത് ഏതാണ്? സെമി പഞ്ച് അല്ലേ? ഈ മോഡൽ വരുന്നത് സെമി പഞ്ച് മോഡലാണ്. സെമി പഞ്ചാണ്. ഇതിന്റെ ഫേസ് കണ്ടാൽ ഇപ്പൊ അറിയാൻ പറ്റും. കണ്ടോ, ഇതൊരു പഞ്ച് പതിങ്ങി, ഇതൊരു സെമി ഇതാണ്. അതിന്റെ നോസ് ഒക്കെ ഇറങ്ങി ഒരു പതിഞ്ഞൊരു മുഖാണ്, റൗണ്ട് കണ്ണുകള്. അത് സെമി പഞ്ചാണ്. സെമി പഞ്ച് ഈ മോഡൽ. ഇതും അത്യാവശ്യം ഇതും ആളുകൾ സെമി പഞ്ച് ഡോളാണ് കൂടുതലും ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. ഡോൾ ഫേസ് ആണ് മാത്രമേ. ഇനി നമ്മുടെ അടുത്തുള്ള വേറെ ഉള്ളത് എക്സ്ട്രീം അല്ലേ? ഇനി വരുന്നത് നമ്മളെ എക്സ്ട്രീം. നമുക്ക് അതിനൊന്ന് നോക്കാം. ഇവനാണ് എക്സ്ട്രീം അല്ലേ? ഇത് എന്താണ് ഇതിന്റെ പ്രത്യേകത വരുമ്പോ? ഇതാണ് എക്സ്ട്രീം നമ്മളിലുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് ചെയ്യാൻ ഇത്തിരി കൂടുതലാണ്. ഇതുപോലെ തന്നെ ഭയങ്കര അഴുക്ക് വരിക. ഇവർക്കുള്ള ഫുഡ് നമുക്ക് നല്ല പോലെ കൺട്രോൾ ഒന്നും മാത്രമല്ല, നല്ല ഫുഡ് തന്നെ ഇവർക്ക് കൊടുക്കണം, നല്ല ക്വാളിറ്റി തന്നെ കാണിക്കണം. പിന്നെ അതുപോലെ അവരെ നോസ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, വളരെ കേറിയിട്ടാണ് പതിങ്ങിട്ട്. അതാണ് അതിന്റെ എക്സ്ട്രീം എന്ന് പറയുന്നതിന്റെ ഒരു ഇത്. ഇപ്പൊ ഒരാൾ ഇത്തിരി വികൃതിയാണ്. ഇത് ഹിമാലയ അല്ലേ പറഞ്ഞത്? ഇത് ഹിമാലയൻ എക്സ്ട്രീം ആണ്. എക്സ്ട്രീം എന്ന് പറയാൻ കാരണം ശരിക്കും ഇതിന്റെ നോസ് ശരിക്കും പറഞ്ഞാൽ കേറി വന്നിട്ടാണ് ഇതിന്റെ. അതുപോലെ പതിഞ്ഞ മുഖം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇയേഴ്സ്, അതുപോലെ ഈ നോസ്, അതുപോലെ ലെഗ് ഒക്കെ, ഇതിന്റെ ടേളൊക്കെ ലാസ്റ്റ് വരുന്നത് ഒരു ആഷ് കളറാണ് മിക്സഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ഹിമാലയ ഇനത്തില് പെട്ടതാണ്. ഇതിലൊക്കെ ഏറ്റവും നമ്മളോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്നത് ഏതാണ് ശരിക്കും പറഞ്ഞാൽ നിന്റെ ഒരു അഭിപ്രായത്തില്? അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മ കാറ്റിനോട് എങ്ങനെയാണ് അവരോടുള്ള കമ്മിറ്റ്മെന്റ്, അതേപോലെയാണ് കാറ്റ് നമ്മളോട്. മനുഷ്യന്മാരെ പോലെ തന്നെ എന്ന് വെച്ചാല് നമ്മ അവരോട് വളരെ അഗ്രസീവായിട്ട് പെരുമാറി കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് ഇതുവരെ എല്ലാ കാറ്റുകളും നമ്മളോട് നല്ല സ്നേഹവും അടുപ്പും എല്ലാം കളികളൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഉള്ളത് ഇവിടെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർവീസുകൾ എന്തൊക്കെയാണ്? ഇവിടെ നമുക്ക് സ്റ്റഡിങ് ഉണ്ട്, നമ്മൾ സ്റ്റഡ് ചെയ്ത് കൊടുക്കലുണ്ട്. അതുപോലെ സ്പാ വർക്ക് എല്ലാം ചെയ്യലുണ്ട്. നമ്മ ഈ വാക്സിനേഷൻ ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്ത് കൊടുക്കലുണ്ട്. വാക്സിനേഷൻ നമുക്കറിയാം, പക്ഷെ നമ്മ അത് ചെയ്യില്ല. അത് നമ്മൾ ഡോക്ടറെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. നമ്മളെ കാറ്റിന് നമ്മ അങ്ങനെ തന്നെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ കിറ്റൻസ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മ അത് കൊടുക്കാം മറ്റുള്ളവർക്ക്, താല്പര്യമുള്ള ആൾക്കാർക്ക് വന്നിട്ട് മേടിക്കാം. ഫവാസ, നമ്മൾ ഇവിടെ അടുത്തുള്ള നല്ല നിന്റെ ഫ്രണ്ട്സായ ബ്രീഡേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയും കൂടെ നമുക്ക് ഇവിടെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും സമീപിക്കല് നമ്മളെ ഹബീബ് ഖാനാണ്. അവര് ഇതുപോലെ തന്നെ ഒരു ബ്രീഡറാണ്. അതുപോലെ നമ്മളെ അനീസ്ക, നമ്മളെ കരൂപ്പടന, നമ്മളെ കോണത്തുകുന്ന ഭാഗത്തുള്ള അനീസ്ക ഉണ്ട്. അവർക്ക് നല്ല ബ്രീഡറാണ്. നമ്മ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരെ വിളിച്ച് അവർ പറയുന്ന നിർദ്ദേശത്തിൽ നമ്മൾ ചെയ്തിട്ട് ഇതുവരെ ഒരു കുഴപ്പങ്ങളില്ല, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എന്ത് ഹെൽപ്പ് ആണെങ്കിലും ഏത് സമയത്തും അവർ നമുക്ക് ചെയ്തു തരും കാറ്റിനെ കുറിച്ച്. ഞാൻ അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ടിങ് പഠനം തന്നെ അവരിൽ നിന്നും. പിന്നെ നമ്മ ഒരുപാട് യൂട്യൂബ് നല്ല ഈ കാറ്റ് ലവേഴ്സ് വിടുന്ന കാര്യങ്ങളൊക്കെ കണ്ട് നമ്മ മനസ്സിലാക്കി പിന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് മാത്രം നമ്മോട് ചെയ്യുക. അത് ഇവരിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അതുപോലെ നമ്മളെ 3 വീടുകളിലുള്ള മിൻഹാജ്, അവർക്ക് നല്ലൊരു ബ്രീഡറാണ്. അവർക്ക് നല്ല പോലെ കാറ്റുകളൊക്കെ കെയർ ചെയ്യുന്നുണ്ടോ നമ്മ ശരിക്കും പറഞ്ഞാല് മക്കളെ നോക്കുന്ന പോലെ തന്നെ അവർ കെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മ അത് പിന്നെ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആവാണ് കാര്യങ്ങളിൽ. ഇതാണ് ഫവാസിന്റെ വാപ്പയാണ്. ഇതിന്റെ മുഴുവൻ സപ്പോർട്ടും പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ആണ്. ഏകദേശം വർഷങ്ങളായി സൗദിയിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. ഇനി ഫവാസ് എന്താന്ന് പറഞ്ഞ വാപ്പാനെ കുറിച്ചൊന്ന്? ഇല്ല, ഞാൻ ഇതുപോലെ കാറ്റിന്റെ ഇതുപോലെ തുടങ്ങാന്ന് പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞ് നിനക്ക് ഇൻട്രസ്റ്റ് തന്നെ, നമ്മ ഓക്കെയാണ്. അങ്ങനെ നമുക്ക് കട്ട സപ്പോർട്ടാണ്. പിന്നെ അതിന്റെ പണി തുടങ്ങി. വേറെ നമുക്കൊന്നും പറയാല്ല, ഭയങ്കര സപ്പോർട്ടാണ് വീട്ടിൽ. ഇപ്പൊ എല്ലാരായാലും, ഉമ്മായാലും വൈഫായാലും, അനിയന്റെ വൈഫ്, അനിയന്മാര് എല്ലാരും ഇതിന് ഭയങ്കര സപ്പോർട്ടാണ്. അത് കാരണം നമുക്കൊരു വിജയമാണ് അത്. നമുക്ക് പിന്നെ സെയിലായില്ല, അല്ല നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് പെറ്റിനോടുള്ള സ്നേഹവും പിന്നെ അതുപോലെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ഭയങ്കര നമുക്കൊരു ബലാണ്. ഈ സപ്പോർട്ടിന് നമ്മള് ഒരു പ്രത്യേക താങ്ക്സ് പറയണത്. അതായത് ഇതേപോലെ മക്കളെ വാർത്തെടുക്കുന്നതിൽ ഇതേപോലെയുള്ള വാപ്പാമാർക്ക് വമ്പം പങ്കുണ്ട്. ഇൻഷാ അല്ലാഹ് ഫ്യൂച്ചറിൽ ഒരു വലിയൊരു സംരംഭമായിട്ട് ഇത് വളരട്ടെ. ഓക്കെ.
കാറ്റിന്റെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ. അതായത് എന്തൊക്കെ കാറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും അതേപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ഫവാസിനെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ ഈ ഫവാസിൻ്റെ നമ്പർ, ലൊക്കേഷൻ എല്ലാതും നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ആണ്. അതായത് ഏകദേശം 10 വർഷത്തിൽ കൂടുതൽ പൂച്ചകളെ കുറിച്ചുള്ള തുടങ്ങി സെഡ് വരെയുള്ള കാര്യങ്ങൾ, പൂച്ചകൾ നല്ല എക്സ്പെഷ്യലി ഇങ്ങനത്തെ പേർഷ്യൻ കാറ്റ്സ് ഡിഫറെൻറ്റ് വെറൈറ്റീസിനെ കുറിച്ച് വളരെയധികം പഠിച്ചിട്ടൊരു വ്യക്തിയാണ് ഫവാസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട, ഇവൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ഫവാസ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും അറിയുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അത് ആ മെസ്സേജ് നമ്മൾ പാസ് ചെയ്യും. ഇനിയില്ല നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ബ്രീഡേഴ്സുകളായിട്ട് ഇപ്പോൾ കാറ്റിനെ കുറിച്ച് അറിയുന്ന കാരണം ഒരുപാട് ആളുകളായിട്ട് നമുക്ക് കോണ്ടാക്ട് ഉള്ളവരെ നമുക്ക് എന്ത് ചെയ്യുക, അവരൊക്കെ വിളിച്ച് നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതാണ്. നമ്മളിപ്പോൾ സ്റ്റഡിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് തീർച്ചയായിട്ടും പാസ് ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി ഫവാസിൻ്റെ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ മുയലിൻ്റെ പരിപാടികൾ വരുന്നുണ്ട്, ഒരുപാട് അക്വേറിയം, മീൻ, ഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായും നമ്മൾ വരുന്നതാണ്. കൂടുതൽ വിശേഷങ്ങളായിട്ട് വരും. പക്ഷേ ഇപ്പം ഉള്ള സമയ പരിമിതിയുടെ ഉള്ളിൽ നമ്മളിതിവിടെ അവസാനിപ്പിക്കും.